സോ ഹലോ ഗൈസ്, അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ടോപ്പ് റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഗെയിം ആയിരുന്നു പബ്ജി എന്ന് പറയുന്ന ഗെയിം. എന്നാൽ പബ്ജി എന്ന് പറയുന്ന ഗെയിം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബാൻ ആയി പോയതിനു ശേഷം ഇപ്പോൾ മറ്റൊരു ഗെയിമാണ് ആ ഒരു സ്ഥാനത്തുള്ളത്. എമംഗസ് എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ പേരും. ഈ ഒരു ഗെയിം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ ഈ ഒരു ഗെയിം നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. അതായത് ആ ഒരു പോസ്റ്റിന് താഴെയായിട്ട് ഒരുപാട് പേര് വോട്ട് ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഗെയിം കളിക്കാൻ അറിയില്ല, പക്ഷേ ഈ ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു എമംഗസ് എന്ന് പറയുന്ന ഗെയിം കളിക്കാം, ഈ ഒരു ഗെയിമിന്റെ തീം എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിൽ പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരുപക്ഷെ ഈ ഒരു ഗെയിം ഈ ഒരു അടുത്തിടെ ഇറങ്ങിയ ഒരു ഗെയിം ആണെന്നായിരിക്കും. അല്ല ഗൈസ്, അതായത് 2018 ഈ ഒരു ഗെയിം പുറത്തിറങ്ങിയത്. ഇന്നർ സ്ലോത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ ഒരു ഗെയിം പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോ ഞാൻ പല സെക്ഷൻ വൈസ് ആയിട്ടായിരിക്കും ചെയ്യുക, അതായത് ഓരോ സെക്ഷനിലും ഓരോ കാര്യങ്ങളായിട്ടായിരിക്കും പറയുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഈ ഒരു ഗെയിം നമുക്ക് എങ്ങനെയൊക്കെ കളിക്കാമെന്ന് നോക്കാം. ഈ ഒരു ഗെയിം നമുക്ക് രണ്ട് രീതിയിലാണ് കളിക്കാൻ സാധിക്കുന്നത്. ഒന്ന് ലോക്കലായിട്ടും ഒപ്പം തന്നെ ഒന്ന് ഓൺലൈനായിട്ടും. അതായത് ലോക്കൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മിനി മിലിഷ്യയൊക്കെ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സുമായിട്ട് വൈഫൈ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തമ്മിൽ ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മറ്റുള്ളവരുമായിട്ട് കളിക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു ഗെയിം നടക്കുന്നതെന്ന് പറയുന്ന ഒരു സ്പേസ്ഷിപ്പിനുള്ളിലായിട്ടാണ്. സ്പേസ്ഷിപ്പിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് റൂമുകൾ ഉണ്ടാവും. കഫ്തീരിയ, ലബോറട്ടറി റൂം, എഞ്ചിൻ റൂം, കമ്മ്യൂണിക്കേഷൻ റൂം, അങ്ങനെ ഒരുപാട് റൂമുകളാണ്. റൂമുകൾ മാത്രമായിരിക്കില്ല, നമ്മുടെ ഒരു സ്പേസ്ഷിപ്പ് ആകുമ്പോൾ അതിനുള്ളിൽ ക്രൂ മെമ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ അതിലൊരു ക്രൂ മെമ്പർ ആയിട്ടായിരിക്കും നമ്മൾ ചെന്ന് ഇറങ്ങുന്നത്. ഈ ഒരു ഗെയിം മിനിമം 4 പേർക്ക് മുതൽ മാക്സിമം 10 പേർക്ക് വരെ കളിക്കാൻ സാധിക്കും. അപ്പം ഓരോ ക്രൂ മെമ്പറിൻ്റെയും ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിലും ചെന്ന് അവിടുത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മുകളിൽ കാണുന്ന പ്രോഗ്രസ് ബാർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരാൾ ചേർന്ന് ചെയ്യേണ്ടതല്ല, ആ ഒരു ക്രൂവിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് വേണം ഇത് ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗെയിം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിൽ എന്താ ഉള്ളത്, വലിയ ഫണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ക്രൂ മെമ്പേഴ്സിനുള്ളിൽ തന്നെ ചില ആൾക്കാർ നമുക്കിട്ട് തന്നെ പണി തരാൻ വേണ്ടി ഉണ്ടാവും. അതായത് നമ്മളെ തന്നെ കൊല്ലാനായിട്ട് കുറച്ച് പേരുണ്ടാവും. അവരെ പറയുന്നതാണ് ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ക്രൂ മെമ്പേഴ്സും ഇമ്പോസ്റ്റേഴ്സും തമ്മിലുള്ളൊരു കളിയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. നമ്മുടെ ക്രൂവിൽ തന്നെ നമ്മളെ കൊല്ലാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗെയിമിന് എമംഗസ് എന്ന് പറയുന്ന പേര് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രൂ എടുക്കുകയാണെങ്കിൽ, അതായത് 10 പേരുള്ള ഒരു ക്രൂ എടുക്കുകയാണെങ്കിൽ അതിൽ 1 മുതൽ മാക്സിമം 3 പേർക്ക് വരെ ഇമ്പോസ്റ്റേഴ്സ് ആവാൻ സാധിക്കും. നമുക്ക് തന്നെ ഗെയിം തുടങ്ങുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് എത്ര ഇമ്പോസ്റ്റേഴ്സ് ഉള്ള ഗെയിം നമുക്ക് കളിക്കാമെന്ന് നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങളൊരു ഇമ്പോസ്റ്റർ ആണോ ക്രൂ മെമ്പർ ആവണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഗെയിം തന്നെയാണ്. നിങ്ങൾക്ക് അത് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളൊരു ഇമ്പോസ്റ്റർ ആണോ അല്ലെങ്കിൽ ക്രൂ മെമ്പർ ആണോ എന്ന്. പക്ഷേ ഈ ഒരു ഇമ്പോസ്റ്റേഴ്സും ക്രൂ മെമ്പേഴ്സും സത്യം പറഞ്ഞാൽ ഒരുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ഇമ്പോസ്റ്റർ ആരാണ് ക്രൂ മെമ്പേഴ്സ് എന്നൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങളൊരു ക്രൂ മെമ്പർ ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇമ്പോസ്റ്റർ ആണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങളൊരു ക്രൂ മെമ്പർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് ഒരു കോമൺ പോയിന്റിലാണ്. അതായത് ആ ഒരു സ്പേസ്ഷിപ്പിലെ കോമൺ ആയിട്ടുള്ള റൂമിൽ നിന്നാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ എന്തൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം, ആ ടാസ്കുകൾ എവിടെയൊക്കെ പോയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചേക്കും. അതായത് ഏത് റൂമിൽ ചെന്നിട്ടാണ് നിങ്ങൾ ഏത് ടാസ്ക് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചേക്കും. അപ്പോൾ ആ ഒരു റൂമിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പിന്റെ സഹായം വേണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന മാപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൂമിലേക്കുള്ള മാപ്പ് കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾ ആ റൂമിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ എന്തെങ്കിലും ബ്ലിങ്ക് ആവുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻ കാണും. ആ ഒരു ഇൻഡിക്കേഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെയായിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില റൂമുകൾ അടച്ചിട്ടിരിക്കുകയായിരിക്കും. ആ ഒരു റൂമിന്റെ കീ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതായത് താക്കോൽ പോലെ എവിടെയെങ്കിലും ഒരു സിമ്പിൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയതിനു ശേഷം നിങ്ങൾ യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വെറുതെ പോയി നിന്നാലും മതിയാവും, ആ ഒരു ഡോർ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ അടങ്ങുന്ന ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്ന് ഓരോ ആളും ഓരോ സ്ഥലത്തേക്ക് പോയി ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് മുകളിൽ കാണുന്ന പ്രോഗ്രസ് ബാർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം വിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇമ്പോസ്റ്റേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി പറയാം. ഇമ്പോസ്റ്റേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊരു ക്രൂ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോസ്റ്റേഴ്സിനെ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ നിങ്ങളൊരു ഇമ്പോസ്റ്റർ ആണ്, നിങ്ങൾക്ക് ഒരു ക്രൂ മെമ്പറിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം
ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഒരു ക്രൂ മെമ്പറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് കില്ലെന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്രൂ മെമ്പറിനെ കൊല്ലാൻ സാധിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു ക്രൂ മെമ്പറിനെ കൊല്ലുന്ന സമയത്ത് മറ്റ് ക്രൂ മെമ്പേഴ്സ് ഒന്നും അടുത്തില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ക്രൂ മെമ്പറിനെ കൊല്ലുന്നത് മറ്റൊരു ക്രൂ മെമ്പർ കാണാനും പാടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇമ്പോസ്റ്റേഴ്സിന് ക്രൂ മെമ്പേഴ്സിനെ വളരെ എളുപ്പത്തിൽ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്കിൽസ് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ഒരു റൂമിൽ താന്ന് മറ്റൊരു റൂമിൽ പൊങ്ങുക എന്നുള്ളതാണ്. അതായത് ഓരോ റൂമിലും പല മൂലയ്ക്കായിട്ട് വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെന്റിലേഷൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഒരു റെഡ് കളറിലൊരു ഇൻഡിക്കേഷനും കാണിക്കും. ഒപ്പം തന്നെ സൈഡിലായിട്ട് വെന്റ് എന്ന് പറയുന്ന ഓപ്ഷനും കാണിക്കും. വെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെന്റിലേഷനിലൂടെ ഇറങ്ങി മറ്റൊരു വെന്റിലേഷനിലൂടെ പുറത്തു വരാൻ സാധിക്കും. അതായത് ഒരു റൂമിലെ വെന്റിലേഷനിലൂടെ ഇറങ്ങി മറ്റൊരു റൂമിലെ വെന്റിലേഷനിലൂടെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. സാധാരണ ക്രൂ മെമ്പേഴ്സിനെ പോലെ നിങ്ങൾക്ക് അതിലെ കൂടെ നടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. അതായത് മാപ്പിൽ കാണിക്കുന്നത് പോലെ നടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും വെന്റിലേഷനിലൂടെ താന്ന് മറ്റൊരു വെന്റിലേഷനിലൂടെ പൊങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ക്രൂ മെമ്പർ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് ഇമ്പോസ്റ്റേഴ്സിന് ലഭിക്കുന്ന മറ്റൊരു സ്കില്ലാണ് സബോട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഇതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സ്പേസ്ഷിപ്പിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പല ക്രൂ മെമ്പേഴ്സിനെയും പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്നിട്ട് ഓരോരുത്തരെയും ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്ത് വെച്ച് കൊല്ലാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന സബോട്ടേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓരോ റൂമും സ്പെസിഫിക് ആയിട്ട് ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ഓക്സിജൻ ലെവലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓരോ ക്രൂ മെമ്പേഴ്സിനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചതിന് ശേഷം അവിടെ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അവരെ കൊല്ലാനും സാധിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇമ്പോസ്റ്റേഴ്സ് ആണ് ക്രൂ മെമ്പേഴ്സിനെ കാട്ടി കൂടുതൽ പവർഫുൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂ മെമ്പേഴ്സിന് ഇമ്പോസ്റ്റേഴ്സിനെ പിടിക്കുന്നതിന് വേണ്ടി കുറച്ചധികം എബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ക്രൂ മെമ്പർ ആണ്, നിങ്ങൾ മറ്റൊരു ക്രൂ മെമ്പറിന്റെ ഡെഡ് ബോഡി അവിടെ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ താഴെയായിട്ട് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മീറ്റിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഇമ്പോസ്റ്റേഴ്സിനെ പിടിക്കാനുള്ള മറ്റൊരു വഴിയും കൂടി ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ക്രൂ മെമ്പർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചോ ഏതെങ്കിലും ഒരു ക്രൂ മെമ്പർ മറ്റൊരു ക്രൂ മെമ്പറിനെ കൊല്ലുന്നത് കണ്ടുവെന്നുണ്ടെങ്കിൽ ആ ഒരു കൊന്ന ക്രൂ മെമ്പർ എന്ന് പറയുന്ന ഒരു ഇമ്പോസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രൂ മെമ്പർ ഏതെങ്കിലും ഒരു വെന്റിലേക്ക് ചാടി പോകുന്നു അല്ലെങ്കിൽ വെന്റിൽ നിന്ന് പൊങ്ങി വരുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതൊരു ഇമ്പോസ്റ്റർ ആണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണോ അവിടേക്ക് ചെല്ലുക. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു എമർജൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു എമർജൻസി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എമർജൻസി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഗെയിം തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പിന്റെ സഹായം തേടാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു മീറ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മീറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇമ്പോസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്രൂവിലുള്ള ഇമ്പോസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ക്രൂ മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും പേര് അവിടെ കാണിക്കും. ഒപ്പം തന്നെ മുകളിലായിട്ടൊരു മെസ്സേജ് ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ചാറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒപ്പം തന്നെ അവരുമായിട്ട് നമുക്ക് അതിലൂടെ ചാറ്റ് ചെയ്യാനും സാധിക്കും. അവിടെ താഴെ ടൈപ്പ് ബാർ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ചാറ്റ് നമുക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ടൈപ്പ് ചാറ്റ് മാത്രമാണ് ഈ ഒരു ഗെയിം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു പോൾ സ്റ്റാർട്ടാം. ഈ ഒരു പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇമ്പോസ്റ്ററിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളാണ്. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ സംശയമുണ്ട്, അയാളാണ് ഇമ്പോസ്റ്റർ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ മുകളിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു വോട്ട് കൊടുക്കും. ഇങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ വരുന്നത് അയാളെ ആ ഒരു ഷിപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇപ്പോൾ കറക്റ്റായിട്ട് വോട്ട് ചെയ്ത ഒരു ഇമ്പോസ്റ്ററിനെയാണ് ആ ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് വെച്ചാൽ ക്രൂ മെമ്പേഴ്സ് ഗെയിം ജയിക്കാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ തെറ്റിദ്ധാരണ മൂലം ഏതെങ്കിലും ഒരു ക്രൂ മെമ്പറിനെയാണ് സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗെയിം ഇമ്പോസ്റ്റേഴ്സ് ജയിക്കാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇമ്പോസ്റ്റേഴ്സിന് ആ ഒരു ഗെയിം എളുപ്പമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഡിസ്കഷൻ വഴി കറക്റ്റായിട്ട് തന്നെ ഇമ്പോസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ പുറത്താക്കുക എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇമ്പോസ്റ്റേഴ്സിനെ ഈ ഒരു ഡിസ്കഷൻ വഴി കണ്ടുപിടിക്കുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇമ്പോസ്റ്റേഴ്സിന് തന്നെ വാദിക്കാൻ സാധിക്കും. കാരണം അവർ ഇമ്പോസ്റ്റർ അല്ല, അവർ ക്രൂ മെമ്പർ ആണ്. അപ്പോൾ നിങ്ങളൊരു ക്രൂ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രൂവിലുള്ള ഇമ്പോസ്റ്റേഴ്സിനെ ഡിസ്കഷൻ വഴി കണ്ടുപിടിച്ച് അവരെ പുറത്താക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ജയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളൊരു ഇമ്പോസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രൂ മെമ്പേഴ്സിന് പിടികൊടുക്കാതെ തന്നെ ഡിസ്കഷനിൽ നിന്നൊക്കെ വഴുതി പോയി ഈ ഒരു ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരും കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ ഫൺ ആയിട്ടുള്ളത് ഒപ്പം തന്നെ കുറേ അധികം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഗെയിമാണ് എമംഗ് അസ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. അപ്പോൾ ഗൈസ്, എമംഗ് അസ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും കളിച്ചു നോക്കുക. വളരെയധികം ഫൺ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഒരു എമംഗ് അസ് എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തിയേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇസ്മി ആദിജി സൈനിങ് ഔട്ട്.